റഹീം ചേരുകയാണ്. റഹീം, നിങ്ങളെപ്പോലുള്ളവരൊന്നും നിലവിളിച്ചിട്ട് കാര്യമില്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. നിങ്ങൾക്കൊക്കെല്ലാം വാരിക്കോരി തന്നിട്ടുണ്ട്, അത് മര്യാദയ്ക്ക് ചെലവാക്കിയാൽ മതി എന്നാണ് പറയുന്നത്. ശുദ്ധ അസംബന്ധമാണ് പറയുന്നത്. ശുദ്ധ അസംബന്ധം. മലയാളികളുടെ ആത്മാഭിമാനത്തെ രണ്ട് മലയാളികളായ കേന്ദ്രമന്ത്രിമാർ, BJP-ക്കാരായ കേന്ദ്രമന്ത്രിമാർ അവിടെ പോയിരുന്ന് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കരുത്. മലയാളികളെ അപമാനിക്കുന്നതിന്റെ പരിധിയെല്ലാം ലംഘിച്ചു പോവുകയാണ്. BJP വ്യക്തമാക്കണം എന്താണ് കേരളത്തിനുള്ള അയോഗ്യത. കേരളം ഇന്ത്യൻ യൂണിയനിലെ ഒരു സ്റ്റേറ്റാണ്. ഇന്ത്യയുടെ മഹത്തായ ഭരണഘടനയുടെ കീഴിൽ ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെയുള്ളത്. കേരളത്തിലിരിക്കുന്ന ഗവൺമെന്റ് ഓട് പൊളിച്ച് ഇറങ്ങി വന്നതല്ല. കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിജയിപ്പിച്ചതാണ്. ഭരണഘടനാപരമായ ഒരു പ്രോസസ്സിലൂടെ കടന്നു വന്നൊരു ഗവൺമെന്റാണ് ഇവിടെയുള്ളത്. ആ ഗവൺമെന്റ് റെപ്രസെന്റ് ചെയ്തത് കേരളത്തിലെ ജനങ്ങളുടെ ശബ്ദമാണ്, വികാരമാണ്, അവരുടെ വികസനമാണ് അവരുടെ പ്രയോറിറ്റി. കേരളത്തിലെ ഗവൺമെന്റ് കേന്ദ്രത്തോട് ഒരു കടലാസിൽ 14 ആവശ്യങ്ങൾ ആവശ്യപ്പെടുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റേറ്റിന്റെ ഗവൺമെന്റ് ചോദിക്കുമ്പോൾ അതിനെ അവഗണിക്കുന്നു എന്ന് മാത്രമല്ല, അതിനുമേൽ ഒരു തരത്തിലും ഒരു ചെറിയ കുഞ്ഞിന് പോലും യോജിക്കാനാകാത്ത വിധം ഒരു യുക്തിസഹവുമല്ലാത്ത വിശദീകരണങ്ങളും ഒക്കെ ആയിട്ട് ഇറങ്ങുകയാണ്. ഇപ്പൊ ഇന്നലെ ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞു, ഞാൻ ശ്രീ സുരേഷ് ഗോപിയുടെ സ്റ്റേറ്റ്മെന്റ് കേട്ടില്ല, നിങ്ങൾ പറഞ്ഞതേ എന്റെ മുമ്പിലുള്ളൂ. എന്താണ് അദ്ദേഹം പറഞ്ഞത്? കേരളം വികസനം ഒരുപാട് നേടി, അതുകൊണ്ട് മുമ്പോട്ട് പോകാനാകില്ല. രണ്ട് കാര്യങ്ങളുണ്ട് മനു മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, കേരളത്തിൽ BJP ഇതുവരെ അധികാരത്തിൽ വന്നിട്ടില്ല, വരാനും പോകുന്നില്ല. അങ്ങനെയുള്ള കേരളം ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനത്തേക്കാൾ മുന്നിലെത്തി എന്ന് അവർ തന്നെ സമ്മതിക്കുകയാണ്. മാത്രവുമല്ല, വികസനം തിരിഞ്ഞു നോക്കാത്ത, സ്കൂളുകളില്ലാത്ത, റോഡുകളില്ലാത്ത, വൈദ്യുതി ഇല്ലാത്ത, ആരോഗ്യരംഗം പിന്നോക്കം നിൽക്കുന്ന സ്ഥലങ്ങൾക്കാണ് ഞങ്ങൾ കൂടുതൽ കൊടുത്തത് എന്ന് BJP പറയുമ്പോൾ അതിന്റെ അർത്ഥം BJPക്ക് പ്രിയപ്പെട്ട ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, BJP ഭരിക്കുന്ന, BJPക്ക് സ്വാധീനമുള്ള, BJPക്ക് അധികാരത്തിലുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും അവിടുത്തെ സാമൂഹ്യ പുരോഗതിയിൽ ഇടപെടാൻ സംഘടനാപരമായി ശക്തിയുള്ള ഇന്ത്യയിലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, മറ്റ് സംസ്ഥാനങ്ങളിൽ വളരെയധികം പിന്നോക്കാവസ്ഥയാണ് നിലനിൽക്കുന്നത് എന്ന് BJP സമ്മതിക്കുകയല്ലേ ശ്രീ ജോർജ് കുര്യന്റെ സ്റ്റേറ്റ്മെന്റിലൂടെ? ഇനി രണ്ടാമത് വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം. അപ്പൊ ഇനി പറയരുത് ഇവിടെ വന്ന് ഉത്തരേന്ത്യയെ മാതൃകയാക്കണമെന്ന്. അത് പിന്നോക്കാണ്. ഞങ്ങൾ മുമ്പോട്ട് പോയി. ഇന്ത്യ യഥാർത്ഥത്തിൽ ഫെഡറൽ സ്റ്റേറ്റല്ലേ? ഞങ്ങൾക്കുള്ള അയോഗ്യത എന്താണ്? ഞാൻ അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞതാണ് ഡൽഹിയില്. വളരെ ക്ലിയറായി DYFIക്ക് കേരളത്തിനാകെ ആവശ്യപ്പെടാനുള്ള ഒരു കാര്യം എന്താണ്? BJP ഒരു നാഷണൽ പാർട്ടിയാണ്. 2014 മുതൽ തുടർച്ചയായി രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. വ്യക്തമാക്കണം എന്താണ് കേരളത്തിനുള്ള അയോഗ്യത. അവർക്ക് ഇവിടെ വരാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ അയോഗ്യത. ശ്രീ റഹീം, അവർക്ക് ഇവിടെ അധികാരത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല, അത് തന്നെ അതവർ പറയണം. നിങ്ങൾ പറയണ്ടേ? നിങ്ങൾ എന്തുകൊണ്ട് കേരളത്തെ അവഗണിക്കുന്നു? ഞങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത വർഷങ്ങൾക്ക് മുമ്പ് നേടിയതാണോ ഞങ്ങളുടെ അയോഗ്യത? നിങ്ങൾ നേടിയ പുരോഗതി എല്ലാം റദ്ദ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ വാരിക്കോരി നൽകാമെന്ന് പറയുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ ഇപ്പോഴും കാലമട യുഗത്തിൽ ജീവിക്കണമെന്നാണോ? ഞങ്ങൾ അങ്ങനെ വളരെ പിന്നോക്കാവസ്ഥയിൽ ജീവിക്കണമെന്നാണോ? കേരളം ആർജിച്ചെടുത്ത നേട്ടമാണോ നിങ്ങളുടെ യോഗ്യത? ഒരു കാര്യം മനസ്സിലാക്കൂ, കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഞങ്ങൾ ആർജിച്ചെടുത്ത ലോകത്തിലെ വിവിധ വികസിത രാജ്യങ്ങളോട് കിടപിടിക്കാൻ കഴിയുന്ന ആരോഗ്യരംഗത്തെ പുരോഗതിയാണോ ഞങ്ങളുടെ പ്രശ്നം? ഞങ്ങളുടെ പ്രശ്നം എന്താണ്? ഞങ്ങൾ ഓരോ മേഖലയിലും, ഞങ്ങളുടെ എഡ്യൂക്കേഷനിൽ, ഉന്നത വിദ്യാഭ്യാസത്തിൽ ഒക്കെ നേടിയെടുത്ത നേട്ടമാണോ? ഇനി നോക്കൂ, നിങ്ങൾ ടൂറിസം രംഗത്ത് ഒരു പുതിയ റോഡ് മാപ്പ് ബഡ്ജറ്റിൽ പറയുന്നു എങ്കിൽ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിനും യൂണിയൻ ഗവൺമെന്റിന് തന്നെ മാതൃകയാക്കാൻ കഴിയുന്ന ടൂറിസം രംഗത്തെ പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞ സ്റ്റേറ്റാണ് കേരളം. ഗോഡ്സ് ഓൺ കൺട്രി. ഞങ്ങൾ ഇവിടെ ഇപ്പോഴെന്താണ്? ഞങ്ങളുടെ പുതിയ ടൂറിസം പ്രൊഡക്റ്റുകളെ നിങ്ങൾ മാതൃകയാക്കേണ്ടി വരുന്നു. ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിനും ഇല്ല ഇവിടെ. ഞങ്ങളാണ് പൈനിയേഴ്സ്. ഉത്തരവാദിത്ത ടൂറിസത്തിൽ ഇന്ത്യയിൽ ലോകത്തിന്റെ മുമ്പിൽ ഒരു പുതിയ ലെസണാണ് കേരളം, പാഠപുസ്തകമാണ്. ഓരോ കാര്യങ്ങളും നോക്കൂ, മുൻകാലങ്ങളിൽ സാമൂഹ്യ പുരോഗതിയുടെ കഥയായിരുന്നു ഇതുപോലെ അഭിമാനത്തോടെ മലയാളിക്ക് ലോകത്തിന്റെ മുമ്പിൽ പറയാൻ കഴിയുന്നതെങ്കിൽ ഇന്നിപ്പോൾ ടൂറിസത്തിൽ ഇൻഡസ്ട്രി നിങ്ങൾ നോക്കൂ, സ്റ്റാർട്ടപ്പിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു നമ്മൾ ആ സാമൂഹ്യ പുരോഗതിയെ കുറിച്ച് പറയുമ്പോൾ സുരേഷ് ഗോപി പറഞ്ഞ ഒരു വാചകം ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് പെടുത്തി തരാം. സുരേഷ് ഗോപി പറഞ്ഞത് അദ്ദേഹത്തിന് ട്രൈബൽ മന്ത്രിയാകണമെന്നൊരു ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ?
ഉന്നത കുലത്തിൽപ്പെട്ട ഒരാൾ ട്രൈബൽ മന്ത്രിയായി ഇരിക്കണം എന്നത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. നോക്കൂ, ഉന്നത കുലത്തിൽപ്പെട്ട, പണ്ട് പൂണുലിട്ട ബ്രാഹ്മണനായി എനിക്ക് വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞ അതേ യുക്തി, അതേ ജാതി ചിന്ത. അല്ല, ബി ജെ പി ആണല്ലോ. ഈ അറബിക്കഥ സിനിമയുണ്ട്, അറബിക്കഥ. അതില് സുരാജ് വെഞ്ഞാറമൂടിന്റെ ഒരു ഡയലോഗ് ഉണ്ട്, എത്ര അടക്കി വെക്കാൻ നോക്കിയാലും ഉള്ളിലുള്ളത് ഇനി പുറത്തു വരുമെന്ന് പറയും. അപ്പോ എത്ര അടക്കി വെക്കാൻ നോക്കിയാലും പോളിഷ്ഡ് ആയ നോക്കിയാലും ഉള്ളിലുള്ളത് ഇനി പുറത്തു വരും. കുറച്ചു നാളായിട്ട് കേരളത്തിൽ ബി ജെ പിയുടെ ഗ്രൂപ്പ് കാരണം ബി ജെ പിക്കുള്ളിൽ ഉയർത്തിക്കൊണ്ടുവന്നൊരു ഡയലോഗ് എന്തായിരുന്നു, ഒരു നരേഷൻ. സുരേഷ് ഗോപി ഇങ്ങനെ ഈ വർത്തമാനമൊക്കെ ഇങ്ങനെ പറഞ്ഞു കിടക്കുകയാണ്, ഇറസ്പോൺസിബിളായി സംസാരിക്കുകയാണ്. നോക്കൂ, ജോർജ് കുര്യൻ ചേട്ടൻ കൊള്ളാം എന്നായിരുന്നല്ലോ ബി ജെ പിയുടെ ഒരു വിഭാഗം ഗ്രൂപ്പുകാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ, സുരേഷ് ഗോപി ഒരുപോലെയാണ്, ജോർജ് കുര്യൻ ഒരുപോലെയാണ്. കാരണം രണ്ടുപേരും ബി ജെ പി ആണ്. ബി ജെ പിയുടെ ഉള്ളിൽ ഒരു കേരള വിരുദ്ധതയുണ്ട്. ആ കേരള വിരുദ്ധതയുടെ കാരണം അവർ വിശദീകരിക്കണം. അതൊരു ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ. ഇല്ലെങ്കിൽ ആത്മാഭിമാനമുള്ള ഒരു മലയാളിക്ക് എങ്ങനെയാണ് ബി ജെ പി ആകാൻ കഴിയുക? ഈ പാർട്ടിക്ക് എങ്ങനെയാണ് കേരളത്തിൽ പ്രവർത്തിക്കാനുള്ള ധാർമ്മികമായ ശക്തി ഉണ്ടാവുക? ഇതാണ് എന്റെ ചോദ്യം. നിങ്ങൾ കേരളത്തെ അവഗണിക്കുന്നതിന്റെ കാരണം ഇതാണ് എന്ന് നിങ്ങൾ പറയണ്ടേ? നിങ്ങൾ അങ്ങനെ ഈ രാജ്യത്തിലെ ഒരു പാർട്ടി, പ്രധാനപ്പെട്ട ഒരു ദേശീയ പാർട്ടി, ആ ദേശീയ പാർട്ടി പറയണം എന്തിന് ഒരു സ്റ്റേറ്റിനെ ഞങ്ങൾ അവോയ്ഡ് ചെയ്യുന്നു. നിങ്ങളിപ്പോ സ്കൂളുകളിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ കൊടുക്കും എന്നൊരു പ്രഖ്യാപനം കൊണ്ടുവരുന്നുണ്ട്. ഞങ്ങളൊക്കെ എത്രയോ കാലം മുമ്പ് ഇത് ചെയ്തു സാറേ. കേരളം എത്ര കാലങ്ങൾക്ക് മുമ്പ് ചെയ്തു. ഞങ്ങൾ K-4 കൂടി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും ഇന്റർനെറ്റ് സംവിധാനം, ഡിജിറ്റൽ ഡിവൈഡ് അവസാനിക്കും. ശ്രീ റഹീം, ഇതിന്റെ പ്രശ്നം അറിയോ? നിങ്ങളിത് കാലങ്ങൾക്ക് മുമ്പ് ചെയ്തതാണെന്ന് ഇവിടുത്തെ ഈ പ്രശ്നം. നിങ്ങൾ ഇപ്പോഴും കാളവണ്ടി യുഗത്തിൽ കിടന്ന് സ്കൂളിൽ ലൈറ്റ് ഇല്ലാതെ കമ്പ്യൂട്ടർ ഇല്ലാതെ നിൽക്കുകയായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സാധനങ്ങളൊക്കെ അവർ വാരിക്കോരി തരുമായിരുന്നു. നിങ്ങളുടെ പുരോഗതിയാണ് അവരുടെ പ്രശ്നം. അതാണ് ഇവിടെ ഞങ്ങളുടെ പുരോഗതി, കേരളം ആർജിച്ചെടുത്ത പുരോഗതി. നിങ്ങൾക്ക് ബി ജെ പിക്ക് അതൊരു പ്രശ്നമാണെങ്കിൽ മലയാളിക്ക് അത് അഭിമാനമാണ്. പ്രൗഡ് കേരള. കേരളം എന്നത് ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് അഭിമാനമാണ്. ഇന്ന് ലോകത്തിന്റെ ഏതൊരു കോണിലുമുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ മലയാളികൾ ഇരിപ്പുണ്ട്. അതാണ് മലയാളി ഈ കഴിഞ്ഞ കാലയളവിനുള്ളിൽ ആർജിച്ചെടുത്ത ഹ്യൂമൻ റിസോഴ്സ്. ആ പ്രൗഢമായ ഹ്യൂമൻ റിസോഴ്സ് ഞങ്ങൾക്ക് അഭിമാനമാണ്. ഞങ്ങൾ ആ വഴിയിലൂടെ മുൻപോട്ട് പോകും. യഥാർത്ഥത്തിലൊരു ഉത്തരവാദിത്തമുള്ള ഒരു യൂണിയൻ ഗവൺമെന്റ് ചെയ്യേണ്ടത്, വിവിധ സംസ്ഥാനങ്ങൾ ഇതുവരെ ഓരോ മേഖലയിലും എവിടെ വരെ എത്തി, അവർക്ക് അവിടെ നിന്നും അക്കാര്യത്തിൽ മുൻപോട്ട് പോകാൻ എന്താണ് സഹായം ചെയ്യേണ്ടത് എന്നല്ലേ ആലോചിക്കേണ്ടത്. ശ്രീ ജോർജ് കുര്യന്റെ തിയറി എന്താണ്? അദ്ദേഹം പറഞ്ഞ ബി ജെ പിയുടെ തിയറി എന്താണ്? പിന്നോക്കം നിൽക്കുന്നവരെ മുമ്പിലേക്ക് എത്തിക്കാൻ. അപ്പൊ മുമ്പിലെത്തിയവരെ കൂടുതൽ മുന്നിലേക്ക് എത്തിക്കാൻ നിങ്ങൾ കഴിയണ്ടേ? നിങ്ങൾ ബഡ്ജറ്റിന്റെ മുൻപിൽ പറയുന്നു വളരെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു വികസനമാണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നു. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നൊക്കെയാണല്ലോ നിങ്ങൾ പറയുന്നത്. എല്ലാവരെയും ഈ രാജ്യം ഒരു പറയുകയാണ്. ഈ ബി ജെ പി പറയുന്ന എന്താണ്, 47 എത്തുമ്പോഴേക്കും ഇന്ത്യ ഒരു 1-ാം നമ്പർ വികസിത രാജ്യമായി എത്തിച്ചേരണം എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളം ആർജിച്ചെടുക്കുന്ന നേട്ടവും കേരളത്തിന്റെ പുരോഗതിയെയും അതിൽ സഹായിച്ചു കൊടുക്കുന്നത് ഇന്ത്യയുടെ ഓവറോൾ വികസനത്തിന് ഗുണം ചെയ്യില്ലേ? ഞാനൊരു ഉദാഹരണം പറയാം, 2 ഉദാഹരണങ്ങൾ പറയാം. ഈ വിഴിഞ്ഞം പോർട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ടാണ്. വരാൻ പോകുന്ന നമ്പർ 1 എല്ലാ അർത്ഥത്തിലും. അതിനെ സഹായിക്കുക. അതിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ വരാൻ പോകുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന വികസനമായിരിക്കും, മാറ്റമായിരിക്കും. അപ്പൊ ഇന്ത്യയിലെ ഒരു മുൻനിര സിറ്റിയായി തിരുവനന്തപുരം, കേരളത്തിന്റെ തലസ്ഥാനം മാറാൻ പോകുന്നു വിഴിഞ്ഞത്തിന്റെ പശ്ചാത്തലത്തിൽ. വിഴിഞ്ഞത്തിന് നിങ്ങൾ ഫണ്ട് ചെയ്താൽ, വിഴിഞ്ഞത്തിന് സഹായം ചെയ്താൽ, പാക്കേജ് തന്നാൽ അതിന്റെ ഗുണം ഇന്ത്യൻ എക്കോണമിക്കാകെ കിട്ടില്ലേ? ഇനി അടുത്ത് നിങ്ങൾ നോക്കൂ, ഈ ബഡ്ജറ്റിലെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയാ ഫ്ലാഗ്ഷിപ്പായി അവർ അവതരിപ്പിച്ചത് മക്കാനയാണ്. മക്കാന, താമരവിത്തിന്റെ കാര്യങ്ങൾ റിസർച്ച് ചെയ്യുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിനും ഒരു മക്കാന സെന്റർ ഫോർ ബീഹാറിൽ അത് തുടങ്ങാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ എക്കോണമിയിൽ താമരവിത്താണോ റബ്ബറാണോ കൂടുതൽ സംഭാവന ചെയ്യുക? പ്രധാനപ്പെട്ട കാര്യമല്ലേ ഇത്? കേരളത്തിന്റെ എക്കോണമിയെ മാത്രമാണോ റബ്ബർ കർഷകർ, ഇന്ത്യയിൽ ഏറ്റവും അധികം റബ്ബർ പ്രൊഡക്ഷനുള്ള സ്റ്റേറ്റ് ആണ് കേരളം. ആ കേരളം, പിന്നെ ത്രിപുരയാണല്ലോ പിന്നെ ഉള്ളത്. ഞാൻ ചോദിക്കുന്നത്, ഈ കേരളം, ഈ വേറെയും സ്റ്റേറ്റുകളുണ്ട്, പക്ഷേ എങ്കിലും ഒരു പ്രധാനപ്പെട്ട, ഞങ്ങളുടെ കേരളം ഒരു ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണല്ലോ. ആ റബ്ബർ മക്കാന താമര വിത്തിന് കൊടുത്ത പ്രാധാന്യം
റബ്ബറിന് കൊടുത്തിരുന്നുവെങ്കിൽ റബ്ബറിന്റെ ഇറക്കുമതി ചുങ്കം നിങ്ങൾ നിർത്താൻ തയ്യാറായിരുന്നു, കൂട്ടാൻ തയ്യാറായിരുന്നുവെങ്കിൽ, റബ്ബറിന്റെ ഇറക്കുമതി നിയന്ത്രിക്കാൻ നിങ്ങൾ തയ്യാറായാൽ റബ്ബർ കർഷകർ മെച്ചപ്പെടും. കേരളത്തിന് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. അതിലൂടെ ഇന്ത്യൻ എക്കോണമിക്ക് അത് ഗുണമല്ലേ? അപ്പോ നിങ്ങൾ ഇന്ത്യൻ എക്കോണമിയെ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ടൊരു ശ്രീ റഹീമ പണ്ടൊരു സിനിമയിൽ സലിംകുമാറിന്റെ ഒരു കഥാപാത്രം പറയുന്നില്ലേ, അതായത് അങ്ങനെ ഞാൻ നന്നായിട്ട് പാകിസ്ഥാനുള്ള ലോകം രക്ഷപ്പെടേണ്ട എന്ന് സലിംകുമാറിന്റെ ഒരു കഥാപാത്രം പറഞ്ഞതുപോലെ കേരളം നന്നായിട്ട് ഇന്ത്യ രക്ഷപ്പെടേണ്ട. അത് നല്ല ഉദാഹരണമാണ്. അത് കേരളം അങ്ങനെ രക്ഷപ്പെട്ടിട്ട് ഇന്ത്യ രക്ഷപ്പെടണ്ട. അങ്ങനെ ഇന്ത്യ നിങ്ങൾ രക്ഷപ്പെടുത്താൻ നോക്കണ്ട. ഇപ്പൊ ഈ കേരളത്തിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ, ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലുള്ള ഇന്ത്യയുടെ ഹ്യൂമൻ റിസോഴ്സിൽ കേരളത്തിന് വലിയ സ്വാധീനമുണ്ട്.